എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കൂർക്ക മെഴുക്കുപുരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കൂർക്ക മെഴുക്കുപുരട്ടി. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടം പോലെ ചോറുണ്ണും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ആദ്യമായി എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ കൂർക്കയാണ്. ഇതൊരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകി ഇതിൻ്റെ മണ്ണുമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണ്. അതിനുശേഷം ഇത് അരിഞ്ഞു. ഇത് നന്നായിട്ട് അരിഞ്ഞ് വെള്ളത്തിൽ വേണം ഇട്ട് കൊടുക്കുവാൻ. വെള്ളത്തിലൊരു 6-7 പ്രാവശ്യം ഞാനിത് കഴുകി എടുത്തിട്ടുണ്ട്. വെള്ളത്തിലിടാതെ എടുത്തു കഴിഞ്ഞാൽ ഇത് ചുമന്നു പോകും. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് വെന്തെടുക്കാനായിട്ട് അടുപ്പത്ത് വയ്ക്കാം. ഇത് മുഴുവനായി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ട് വെള്ളം ഒഴിച്ചൊന്ന് വെന്തെടുക്കാം. ഞാനിതിനായിട്ട് ഇതിലേക്ക് എടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. കൂടെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ആവശ്യമായ വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വെന്തെടുക്കാം. വെള്ളം ഞാനിതിന് നികക്കെ എടുക്കുന്നുണ്ട്. കൂർക്കായ്ക്ക് അല്പം വേവുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയം ഞാനിതിൽ ഉപ്പ് ചേർക്കുന്നില്ല. കൂർക്ക ഒന്ന് തിളച്ചതിന് ശേഷം വേണം ഉപ്പ് ചേർത്ത് കൊടുക്കുവാൻ. അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതിന് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയം വേണം ഉപ്പ് ചേർക്കുവാൻ. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് നോക്കാം. ഇപ്പോൾ കൂർക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കണക്കിനുള്ള വേവായി വന്നിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഇതിന് ചേർക്കണം. അതാണ് ഈ കറിയുടെ ടേസ്റ്റ്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായ കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ചുവന്നുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ബ്രൗൺ നിറമായി വരണം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ചേർക്കുന്നത്. കൂർക്ക മെഴുക്ക് പുരട്ടിക്ക് വെളുത്തുള്ളി ഇങ്ങനെ ചതച്ച് ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മുളകൊന്ന് നന്നായി മൂത്ത് വന്നതിന് ശേഷം ഒരു 7 കൊച്ചുള്ളി ചതച്ചതാണ് ഞാൻ ചേർക്കുന്നത്. ഈ ഉള്ളി ചതച്ച് ചേർത്താൽ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. നല്ലൊരു സ്മെല്ലും വരും. കറിക്ക് നല്ലൊരു ടേസ്റ്റുമാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കറിവേപ്പിലേക്കൊന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്.
നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ മുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്ന സമയത്ത് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെന്ത് വെച്ചിരിക്കുന്ന കൂർക്ക ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളിങ്ങനെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ കറിയുടെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആ കുരുമുളക് പൊടിയുടെയും എണ്ണയ്ക്കകത്ത് കിടന്ന് മൂത്തതിൻ്റെയൊക്കെ ഒരു നന്നായുള്ള ഒരു മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം പച്ച കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കറി വെന്തതിന് ശേഷം പച്ച കറിവേപ്പില ചേർത്ത് കൊടുത്താൽ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം എടുത്ത് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റുമാണ്. അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നാളെ ഇതേ സമയം വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.